ഇതേണ്ട് ഇതെങ്ങനെ വരച്ച് കാണിച്ചരാ ബാ. അപ്പോൾ നമ്മുടെ ഈ ഗ്ലാസ്സിൻ്റെ ഡ്രോയിങ് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് നല്ല ഒബ്സർവേഷൻ സ്കില്ലാണ്. ഇപ്പം നമുക്ക് നന്നായി കാണാൻ സാധിക്കണമെങ്കിൽ മാത്രമാണ് നല്ല രീതിയിൽ വരയ്ക്കാൻ സാധിക്കും. ഇപ്പോൾ ഈ ഒരു ഗ്ലാസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഗ്ലാസ് ഭയങ്കര ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു ഒബ്ജക്റ്റാണ്. അതുകൊണ്ട് തന്നെ അതിന് വേറെ കളേഴ്സ് ഒന്നുമില്ല, ആകെ ലൈറ്റ് വരുന്നുണ്ട്, അതിന് ഷേഡോ ഉണ്ടാവും. അപ്പോൾ ഇവിടെ നമുക്ക് ലൈറ്റ് വരുന്നത് ലെഫ്റ്റ് സൈഡിൽ നിന്നാണ്, മേലെ നിന്ന് ലെഫ്റ്റ് സൈഡിൽ നിന്ന് ലൈറ്റ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഷേഡോസ് റൈറ്റ് സൈഡിൽ വരും. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ വൈറ്റും അതേപോലെ ബ്ലാക്ക് ഗ്രേ ഷെയ്ഡ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ ഒരു ടോൺഡ് ഗ്രേ പേപ്പറാണ്. അപ്പോൾ നമുക്ക് യൂസ് ചെയ്യേണ്ട കളേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റും അതേപോലെ ബ്ലാക്കും മാത്രമാണ്. അതിൻ്റെ ഒരു പല ഗ്രേഡിലുള്ള കളേഴ്സ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഗ്രേഡിയൻ ഫീൽഡ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ട്രാൻസ്പെറൻറ്റ് ലുക്ക് മെല്ലെ മെല്ലെ പേപ്പറിലേക്ക് കൊണ്ടുവരാൻ പറ്റും. പിന്നെ രണ്ടാമതൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഷാഡോയാണ്. അതായത് ഈ ഗ്ലാസ്സിന് ഒരു ഷാഡോ വരുന്നുണ്ട്. ആ ഷാഡോസ് പേപ്പറിൽ കറക്റ്റായിട്ട് ആ ഡിസ്റ്റൻസ് ബേസ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ റിയലിസ്റ്റിക് ലുക്ക് കിട്ടും. കറക്റ്റ് ഒരു ഗ്ലാസ് നമ്മുടെ പേപ്പറിൽ കിടക്കുക എന്നുള്ളതിൻ്റെ ഒരു ഫീലിൽ നമുക്ക് വരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ താഴെ ലിങ്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പോയി കാണുക, പഠിക്കുക. ഓക്കെ, ബൈ ബൈ.